അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെഫി ഉസ്താദ് കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് തിരിച്ചു പോരുകയാണ്. കഴിയുന്നില്ല, വീണ്ടും വീണ്ടും ആ പൊന്നോമിനെ കാണണമെന്ന് ഷെഫി ഉസ്താദിന് തോന്നുകയാണ്. എന്നാൽ അറബി പറയുന്നു, യാ ഷെഫീഖ്, നമുക്ക് പോയാലോ? എല്ലാ ദിവസവും ഷെഫി പോകുവാൻ തിരക്ക് കൂട്ടുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷേ അന്നവന് പോകുവാനേ തോന്നില്ല. സൈഫ് അറബിയുടെ ആ വീട്, അതെ, ഇതാണ് തൻ്റെ ഫർസാനയുടെ വീട്. അതെ, ഫർസാനയുടെ ഭർത്താവിൻ്റെ വീട് ഇത് മാത്രമാണ്. അവൾ സംരക്ഷിക്കപ്പെട്ട ഈ ഒരു വീട്ടിൽ നിന്ന് എന്താണെന്നറിയില്ല, പോകുവാനും തോന്നുന്നില്ല. തനിക്ക് ആ കുഞ്ഞിനെ വിട്ടുപിരിയാനും കഴിയണില്ല. റബ്ബേ, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അറിയുന്നില്ലല്ലോ അല്ലാ, ഞാൻ എന്താ ചെയ്യുക? ഷെഫീഖ്, വീണ്ടും അറബി വിളിക്കുന്നു. എന്നാൽ അറബിയുടെ ഭാര്യയും പോയാലോ നമുക്ക് എന്ന് പറഞ്ഞ് വരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഷെഫി ഉസ്താദിന് അവിടെ വിട്ട് പോരുവാൻ മനസ്സ് സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല, എന്തൊക്കെയൊരു വല്ലാത്തൊരു ഫീലാണ് ഷെഫി ഉസ്താദിന് അനുഭവപ്പെടുന്നത്. ചിരിച്ചുകൊണ്ട് സൈഫ് അറബി അതാ ഷെഫീഖിൻ്റെ തോളിലൊന്ന് തട്ടിയിട്ട് പറഞ്ഞു, ഷെഫി ഉസ്താദ്, പോകാൻ ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ നിൽക്കാം, അതായിരിക്കും നല്ലത്. ഞങ്ങൾക്കും തന്നെ ഒരാളായല്ലോ. എന്താ? ശരിക്കും സൈഫ് അറബിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഷെഫി ഉസ്താദ് ഒന്നും മിണ്ടിയില്ല എന്ന് മാത്രമല്ല, എന്നാൽ അപ്പോഴേക്കും മറ്റ് അറബിയുടെ സഹറബത്തുകൾ അതിൽ എടുത്തു ചാടിയാണ് സംസാരിച്ചത്. അല്ല, അപ്പം എൻ്റെ ഉസ്താദ് ആരാ? എനിക്ക് ഉസ്താദ് നഷ്ടപ്പെടൂലേ? അവളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സൈഫ് അറബി ഒന്ന് ചിരിച്ചു. അതെ എന്നല്ലാതെ വേറൊന്നും. സഹർ ബത്തൂൽ, മോൾക്ക് ഇഷ്ടപ്പെട്ട ഉസ്താദാണല്ലേ? അപ്പോൾ ഞാനിവിടെ പിടിച്ചു വെക്കുന്നതിലും അർത്ഥമില്ല. മോളെ പഠനം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ദാ നൂർമോനെ വളർന്നു വരും. അവൻ്റെ ഉസ്താദ് കൂടി ആകണം ഷെഫി ഉസ്താദ്, അതാണ് എൻ്റെ ആഗ്രഹം. എന്താ? അവൾ ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. ആ, ഇൻഷാ അല്ലാ, എൻ്റെത് കഴിഞ്ഞിട്ട് വേണ്ടേ? ഇക്കാക്ക, അത് കഴിഞ്ഞിട്ടല്ലേ വേണ്ടത് അവരുടേത്? ആ മോളുടെ കഴിഞ്ഞിട്ട് മതി. അപ്പോഴേക്കും നൂർമോൻ വലുതാകട്ടെ അല്ലേ? അതെ, നൂർമോൻ വലുതായില്ലല്ലോ, ഇനി എന്തായാലും 3 വർഷം. അല്ല ബത്തൂൽ, മോളുടെ പഠനം 3 വർഷം കൊണ്ട് കഴിയോ? അത് സംശയമാണ്. അതെ, ഖുർആൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളൊന്നും വിശദീകരിച്ചാലൊന്നും അതൊരിക്കലും തീരുന്നതല്ലല്ലോ. ഈ ഭൂമിയിലുള്ള മരങ്ങളെല്ലാം പേനയായാലും കടലിലുള്ള വെള്ളമെല്ലാം മഷിയായാലും അതിൻ്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ആ ഒരു വചനങ്ങൾ, അതിൻ്റെ അർത്ഥം എഴുതിയാൽ തീരൂല. അള്ളാൻ്റെ നൂറും മദ്ഹുകളൊന്നും എഴുതിയാൽ തീരൂല. ആറ്റൽ റസൂലിൻ പോരിഷയൊന്നും എണ്ണിയാലൊതുങ്ങൂല. കേട്ടിട്ടില്ലേ മോളെ? സൈഫ് അറബി ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. എനിക്കറിയാം. അല്ല, മോൾക്കിപ്പോൾ പഴയതിനേക്കാളും എല്ലാത്തിനും ഒരു യുക്തിവാദം എന്നല്ല, ഓരോന്നിനെ കുറിച്ചും കൂടുതൽ അറിവുകൾ. ഇക്കാക്ക, അതെ, എൻ്റെ കൂടെയുള്ളത് ആരാ? ഷെഫി ഉസ്താദാണ്. ഷെഫി ഉസ്താദിൻ്റെ ശിഷ്യ ആകുന്നിടത്തോളം കാലം എനിക്ക് അറിവുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. മിടുക്കി കുട്ടിയായിട്ടുണ്ടല്ലോ നീയെ. അതെ, യാത്രകളിലായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പൂന്തോട്ടത്തിലായാലും എവിടെയാണെങ്കിലും എനിക്കൊരുപാട് 100 കൂട്ടം സംശയങ്ങളാണ്. അതെല്ലാം ഞാൻ ചോദിച്ചറിയും. മാഷാ അല്ലാ, കുട്ടികൾ എങ്ങനെയാവണം? നല്ല ബുദ്ധിയുള്ള മോളാകണം കേട്ടോ. അനിയത്തി കുട്ടിയെ അതാ സൈഫ് അറബി പ്രോത്സാഹിപ്പിക്കുന്നു. അവൾ ചിരിച്ചുകൊണ്ട് സലാം പറയുന്നു. ഇക്കാക്ക, എന്ന് ഞങ്ങൾ പോട്ടെ കേട്ടോ. ഷെഫി ഉസ്താദ് അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. പഠിച്ചോനെ, എന്നെക്കുറിച്ച് ഇവർക്കെന്താ ഇത്രമാത്രം മതിപ്പ്? ഷെഫി ഉസ്താദ് വീണ്ടും തിരിഞ്ഞു നോക്കുന്നു ആ ഒരു ഭാഗത്തേക്ക്. അതാ ആ വാതിലിനരികിലേക്ക് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. ഷെഫി ഉസ്താദ് ആ ഒരു ശബ്ദം ചെവിയോർത്തു. അല്ലാ, എൻ്റെ കുഞ്ഞാണല്ലോ ആ കരയുന്നത്. ഷെഫി ഉസ്താദ് അവിടെ
നിശബ്ദനായി നിന്നു. പെട്ടെന്ന് സൈഫ് അറബി കുഞ്ഞ് കരയുന്നുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാം. അപ്പോഴേക്കും സെയ്ത്തുൻ ബേബി കുഞ്ഞിനെയും കൊണ്ട് അതാ പിന്നെ എല്ലാവരും പോകാമെന്നറിഞ്ഞപ്പോഴേ, പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ ഭാവി ഉസ്താദ് പോകാന്നൊക്കെ അറിഞ്ഞപ്പോഴേ, കുഞ്ഞിന് പേര് വെച്ച് ഉസ്താദ് പോകാന്നൊക്കെ പറഞ്ഞപ്പോഴേ കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല കേട്ടോ. മാഷാ അല്ലാ. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറയുകയായിരുന്നു. ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒന്ന് വാരിയെടുത്ത് ചുംബിക്കണം. അറിയില്ല ആ കുഞ്ഞിനോട് എന്തെന്നില്ലാത്തൊരു ഇഷ്ടം റബ്ബേ. എനിക്കറിയില്ല, ഹൃദയം പറിച്ചെടുക്കുന്ന പോലെയാണ് ഞാനിവിടെ നിന്ന് പോകുന്നത്. എനിക്ക് ആ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കാൻ വല്ലാത്ത കൊതി വരികയാണ്. അല്ലാ, എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു സ്നേഹം പറയുമ്പോൾ ഒരിക്കൽ പോലും അതെൻ്റെ കുഞ്ഞല്ല, എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഫർസാനെ പ്രസവിച്ച കുഞ്ഞെന്ന് പറയുമ്പോൾ അതെനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടതായിട്ടാണ് തോന്നുന്നത്. എന്തെന്നറിയില്ല, എൻ്റെ ഉസ്താദിൻ്റെ മോളല്ലേ. അതുകൊണ്ട് വളരെയധികം ബഹുമാനമാണ് എനിക്കുള്ളത്. റബ്ബേ, ഒരിക്കൽ കൂടി ആ പിഞ്ചു കുഞ്ഞിനെ വാരിയെടുത്ത് തുരുതുര ചുംബിച്ചു. എന്താണെന്നറിയില്ല, ഷെഫി ഉസ്താദിൻ്റെ കൈകളിലെത്തിയപ്പോൾ കരഞ്ഞിരുന്ന കുഞ്ഞ് കരച്ചിൽ മാറ്റി ഷെഫി ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി അതീവ മനോഹരമായ ആ ഒരു പുഞ്ചിരി വിടർത്തുകയാണ്. ശരിക്കും സൈഫ് അറബിയും സെയ്ത്തൂൻ ബീവിയും അത്ഭുതപ്പെടുകയാണ്. എന്തൊരു അത്ഭുതം! അവന് പേര് വെച്ച ഉസ്താദല്ലേ, നൂറുദ്ദീൻ. അത്രക്കും മനോഹരമായൊരു പേര് ഈ ദുനിയാവിലുണ്ടോ? അത്രക്കും മനോഹരമായ പേരാണ് ദീനിൻ്റെ വിളക്ക്. എന്താ ദീനിൻ്റെ വെളിച്ചം? അത് അവന് നൽകിയത് ഉസ്താദല്ലേ, അപ്പം ഇല്ലാണ്ടിരിക്കുമോ? സെയ്ത്തൂൻ ബേബി വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അത് പറയുന്നത്. സൈഫ് അറബി അതെ, അതായിരിക്കും ഒരു പക്ഷേ. ശരിക്കും പറഞ്ഞാൽ ഷെഫി ഉസ്താദിന് കുഞ്ഞിനെ വേർപ്പെടാൻ തോന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അറബി വിളിക്കുന്നുണ്ട്, യാ ഷെഫീഖ്, യാ ഷെഫീഖ്. എന്നാൽ ഈ സമയം അതാ ഷെഫി ഉസ്താദിൻ്റെ തോളിൽ പതുക്കെ തട്ടിക്കൊണ്ട് സൈഫ് അറബി പറയുന്നു, ഉസ്താദേ അതാ എളാപ്പ വിളിക്കുന്നുണ്ട്, ഇനി ദേഷ്യം പിടിപ്പിക്കണ്ട. അല്ല ഒന്നുമല്ല, എന്നാലും സത്യം പറഞ്ഞാൽ തൻ്റെ ഹൃദയം പറിച്ചെടുക്കുന്ന വേദന. കുഞ്ഞിനെ സൈഫ് അറബി എടുക്കുമ്പോൾ കുഞ്ഞ് സൈഫ് അറബിയുടെ അരികിലേക്ക് വരാത്ത പോലെ ഷെഫി ഉസ്താദിൻ്റെ നെഞ്ചിൽ അത് പറ്റി പിടിച്ച് കിടക്കുന്ന പോലെയാണ് തോന്നിയത്. ഇതെന്ത് പറ്റി? സ്വന്തം പിതാവിനെ പോലെ. അത് കേട്ടപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്താണെന്നറിയില്ല, പിതാവെന്ന് കേട്ടപ്പോൾ അത് വല്ലാത്തൊരു വാക്കായിപ്പോയി. അതെ, പിതാവാകേണ്ടവനായിരുന്നു ഞാൻ, സത്യമായിട്ടും. പക്ഷേ സാരല്ല അർബ, ഞാൻ പോട്ടെ. സൈഫ് അറബിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു പോയി. പോയിട്ട് വരാം. കരയാതിരിക്കൂ. എന്തൊക്കെ തന്നെയല്ലോ പഠിച്ച റബ്ബായിട്ടാണ് ഇങ്ങനെയൊരു ഉസ്താദിനെ ഞങ്ങൾക്ക് നൽകിയത്. സത്യം പറഞ്ഞാൽ ആ ഒരു കാഴ്ച കണ്ട് സെയ്ത്തൂൻ ബീവിക്കും സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞിനെ സെയ്ത്തൂൻ ബീവിയുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് സൈഫ് അറബി. എന്നാൽ ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ തിരിഞ്ഞു നോക്കുകയാണ് ഷെഫി ഉസ്താദ്. മനമില്ല മനസ്സോടു കൂടെ ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ പതുക്കെ പതുക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വാഹനത്തിൽ കയറിയിരിക്കുന്നുണ്ട്. ഡ്രൈവർ ഇതുവരെ എത്തിയിട്ടില്ല. ഷെഫീഖ്! വീണ്ടും ആ വിളി എത്തിയപ്പോഴേക്കും അവൻ തൻ്റെ ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയോടെ ആ വീട്ടിൽ നിന്നിറങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു. ഒരു നിമിഷം കണ്ണുകൾ തുടച്ചു. കണ്ണുകൾ നിറയുകയാണ്. കുഞ്ഞിൻ്റെ കരച്ചിൽ പതുക്കെ കേൾക്കുന്ന പോലെ തോന്നാണ്. അവൻ രണ്ട് ചെവിയും പൊത്തിപ്പിടിച്ചു. ഇല്ല, കേൾക്കാനാകുന്നില്ല. ആ വിളിയിൽ ആ കുഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നൊരു തോന്നൽ. കാരണം ആ കുഞ്ഞിൻ്റെ ഉമ്മ ഇന്നിവിടെ ഇല്ലായിട്ടാണോ അറിയില്ല. ഷെഫി ഉസ്താദ് ഒന്നും നോക്കാതെ വണ്ടി എടുക്കുകയാണ്. പിന്നൊന്നും യാ ഷെഫീഖ്, അറബിയുടെ വിളി. എന്താ മോനെന്താ ഒന്നും? അർബാ, അവൻക്ക് ആ കുഞ്ഞിനെ കണ്ടിട്ട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ് അല്ലേ മോനെ? അപ്പോഴേക്കും കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഷെഫി ഉസ്താദ് വീണ്ടും സങ്കടപ്പെടുകയാണ്. തൻ്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പുന്നു. യാ അല്ലാ, മെയിൻ റോട്ടിലൂടെയാണ് പോകുന്നത് വളരെയധികം സ്പീഡിൽ. ഒന്ന് പിഴച്ചാൽ മതി. പഠിച്ചവനെ അല്ലാ,
എന്തെന്നറിയില്ല, കുഞ്ഞിൻ്റെ ആ പുഞ്ചിരിക്കുന്ന ആ മുഖം, ആ കരച്ചിൽ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാ, എന്നെ കാണുമ്പോൾ കുഞ്ഞ് കൂടുതലായിട്ട് എന്നോട് അടുക്കുന്ന പോലെ തോന്നാണ്. അറിയുന്നില്ല അല്ലാ, എന്താ റഹ്മാൻ ഇങ്ങനെയൊക്കെ ഒരു സ്നേഹം നീ എനിക്ക് തരുന്നത്. എനിക്കറിയുന്നില്ലല്ല, അല്പം മറവി തന്നിരുന്നെങ്കിൽ എന്ന് ഷെഫി ഉസ്താദ് ഓർത്തുപോയി. അല്ലാതെ എങ്ങനെ ജീവിക്കാൻ. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ഫുഡ് കഴിക്കുന്ന ഭാഗത്ത് അദ്ദേഹം വണ്ടി സൈഡ് ചെയ്യാൻ പറഞ്ഞു. സാധാരണ രീതിയിൽ ഷെഫി ഉസ്താദാണ് ഇറങ്ങാറുള്ളത്. പക്ഷേ അന്ന് ഷെഫി ഉസ്താദിന് വാഹനത്തിൽ നിന്ന് ഇറങ്ങുവാൻ കഴിയുന്നില്ല. യാ ഷഫീഖ്, മോൻ അവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് വരാം എന്ന് അറബി സ്നേഹത്തോടെ അത് പറഞ്ഞപ്പോൾ ഷെഫി ഉസ്താദിന് അത് വലിയൊരു അനുഗ്രഹമായി മാറി. ഫുഡ് കഴിക്കാൻ അർബ, എനിക്കൊന്നും വേണ്ട. അങ്ങനെ അതാ അറബിയും അറബിയുടെ ഭാര്യയും മകളും ഇറങ്ങുന്നു ഫുഡ് കഴിക്കാൻ. എന്നാൽ ആ നിമിഷം വാഹനത്തിലിരുന്നു കൊണ്ട് ഷെഫി ഉസ്താദ് പൊട്ടി പൊട്ടി കരഞ്ഞു. തൻ്റെ ഹൃദയത്തിലുള്ള വേദനകളെല്ലാം കടിച്ചമർത്തി നിൽക്കുകയായിരുന്നു. എന്താണെന്നറിയില്ല, മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രയാസം. അത് കരഞ്ഞു തീർത്താലേ മതിയാവുള്ളൂ. അറിയില്ല, മനസ്സിനുള്ളിൽ എന്തൊക്കെയൊരു വിഷമം. അല്ലാ പഠിച്ചോനെ, എനിക്കറിയുന്നില്ല അല്ലാ, ഞാൻ എന്ത് ചെയ്യണം എന്നെനിക്ക് അറിയുന്നില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അർബാവ് വണ്ടിയുടെ ഗ്ലാസ്സിൽ വന്ന് മുട്ടുന്നു. യാ ഷഫീഖ്, ഗ്ലാസ് തുറന്നു, വരൂ ഫുഡ് കഴിക്കാൻ. ഷെഫി ഉസ്താദിനെ വീണ്ടും വിളിച്ചപ്പോൾ അത് വിസമ്മതിക്കാൻ ഷെഫി ഉസ്താദ് തയ്യാറായില്ല. പാവം റബ്ബേ, എന്ത് സ്നേഹമുള്ള റബ്ബി, തന്നോട് ഒരു പിതാവിനെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. പിതാവിൻ്റെ സ്നേഹം എന്തെന്ന് താൻ അറിഞ്ഞിട്ട് പോലുമില്ല. അതിനു മുമ്പേ അപ്പോഴൊക്കെ എൻ്റെ പിതാവ് എനിക്ക് നഷ്ടമായി. ഷെഫി ഉസ്താദ് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരുടെ നേരെ തിരിഞ്ഞു. എന്നാൽ സഹർ ബത്തൂലിനെ വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു. ഷെഫി ഉസ്താദിനെ എന്തോ പറ്റി കരയുന്നുണ്ട് എന്നൊക്കെ അവൾ കേട്ടപ്പോൾ അവൾക്കും വല്ലാത്ത ടെൻഷൻ. ബാബാ, എൻ്റെ ഉസ്താദിന് എന്തു പറ്റി? ഉസ്താദ് എന്തിനാ കരയുന്നെന്നൊക്കെ പറയുന്നത്? മോളെ, അതാ കുഞ്ഞിനെയൊക്കെ കണ്ടപ്പോൾ എന്തെന്നറിയില്ല, അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഫീൽ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഹേയ്, നോ പ്രോബ്ലം, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ശരിയായിക്കോളൂ. അവർ തിരിച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് വാഹനത്തിൽ കയറിയപ്പോൾ അതാ സഹർ ബത്തൂലിൻ്റെ ശബ്ദം. ഷെഫി ഉസ്താദ്, എന്താ ഒന്നും മിണ്ടാത്തത്? അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ, ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും അങ്ങനെ പലതും. ഷെഫി ഉസ്താദ് ഒന്ന് നെടുവീർപ്പിട്ടു. ബത്തൂൽ, എല്ലാം പറയാം, സമയമുണ്ടല്ലോ. എന്തൊക്കെ തന്നെയായാലും അതാ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ അറബി വീട്ടിലെത്തുന്നു. പതിവ് പോലെ അതാ മകൾക്ക് ക്ലാസ് എടുക്കുവാനുള്ള സമയം ആയി തുടങ്ങുന്നു. നേരെ ഉസ്താദ് തൻ്റെ സ്ഥാനത്തെത്തുന്നു, ബത്തൂലും. എന്നാൽ സഹർ ബത്തൂൽ ഇത് പറഞ്ഞു. ഉസ്താദേ, എന്തു പറ്റി നിങ്ങൾക്ക്? ഇന്ന് ശരിക്കും എന്തോ ഒരു മൂഡ് ഓഫ് ഉണ്ടല്ലോ. എന്താണ് കാര്യം പറയൂ. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറഞ്ഞൂടെ? ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഷെഫി ഉസ്താദ് എന്ത് പറയണമെന്നായിപ്പോയി. വേണ്ട, പറയുന്നതൊരിക്കലും ശരിയല്ല. ഞാനെങ്ങാനത് പറഞ്ഞു കഴിഞ്ഞാൽ സഹർ ബത്തൂലിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. വേണ്ട, അവളൊന്നും അറിയണ്ട തൽക്കാലം. താൻ സ്നേഹിച്ച പെണ്ണ് ഫർസാന ആണെന്നും അവളുടെ കുഞ്ഞാണ് അതൊന്നും ഒരിക്കൽ പോലും അവൾ അറിയണ്ട. അറിഞ്ഞാൽ ഒരു പക്ഷേ അവൾക്കും അത് വല്ലാത്ത ഒരു വിഷമമായി മാറും. ഷെഫി ഉസ്താദ് മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുത്തി അതാ ക്ലാസ് തുടങ്ങുകയാണ്. സഹ്റ, ക്ലാസ് തുടങ്ങിയാലോ? ഷെഫി ഉസ്താദിന് ഇന്ന് മാനസികമായിട്ട് എന്തെങ്കിലും വിഷമമുണ്ടോ? ഹേയ് ഇല്ല മോളെ, അങ്ങനെയൊന്നുമില്ല. എങ്കിൽ തുടങ്ങാം. എന്താണെന്നറിയില്ല, സഹ്റ ബത്തൂലിനെ വളരെയധികം ഷെഫി ഉസ്താദിനെ കുറിച്ച് ആശങ്കയാണ് ഉള്ളത്. എന്തോ വിഷമമുണ്ട് കാര്യമായിട്ട്. പക്ഷേ ഷെഫി ഉസ്താദ് ഒന്നും പറയുവാൻ നിൽക്കുന്നില്ല. ഒരിക്കൽ പോലും കാര്യങ്ങളൊന്നും അവൾ അറിയാൻ പാടില്ല. അവളുടെ സന്തോഷം, അവൾക്ക് പഠനം, അവൾക്ക് ഈ ഒരു ഖുർആൻ്റെ കാര്യങ്ങൾ, ഭൂമിയിലുള്ളതും ആകാശത്തുള്ളതും അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുക, കൂടുതൽ അറിവുകൾ അവൾക്ക് നേടിക്കൊടുക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി. അത് ഇൻഷാ അല്ലാ ഞാൻ വിജയകരമായി പൂർത്തീകരിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് കിട്ടിയ അറിവുകൾ അവൾക്കും ഞാൻ പകർന്നു കൊടുക്കും. പഴയ കാര്യങ്ങൾ ഒന്നും തന്നെ ഞാൻ പറയില്ല. തൻ്റെ വീട്ടിലെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ടെൻഷനാണ്, വിഷമമാണ്. അതെ,
സീനത്ത് ഓളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓ റബ്ബേ അതൊന്നും താങ്ങാനാവുന്നില്ല. എന്താ ചെയ്യുക, ഉമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമമാണ്. ആ ഭാഗം ഒന്ന് ചിന്തിച്ചാൽ ഒരിക്കൽ പോലും ഇവിടെ ജോലി ചെയ്യൽ നടക്കില്ല. എന്തൊക്കെ തന്നെയാലും അന്നത്തെ ക്ലാസ് അതാ എടുക്കുകയാണ്. അർ റഹ്മാൻ എന്നുള്ള ആ ഒരു സൂറത്താണ് എടുക്കുന്നത്. അതെ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ക്ലാസ് അതെടുത്തപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അല്ലാഹ് റബ്ബേ, നീ തന്ന അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ അറേബ്യയിലെ ഈ ഒരു കൊട്ടാരത്തിലെ ഈ റൂമിൽ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ, ഈ കൊട്ടാരത്തിലെ രാജകുമാരിക്ക് വേണ്ടി ഖുർആൻ ഓതി കൊടുക്കാൻ എനിക്ക് കഴിയുന്നത്. അല്ലാഹ്, അത് നിൻ്റെ അനുഗ്രഹം മാത്രമാണ്. ഷെഫി ഉസ്താദ് പടച്ച റബ്ബിനെ സ്തുതിച്ചു. എന്നാൽ സഹർ ബത്തൂലിന് ക്ലാസ് മതിയാകുന്നില്ലായിരുന്നു. 1 മണിക്കൂർ ക്ലാസ് എടുത്താലും കുട്ടിക്ക് മടുപ്പില്ല. ചോദിക്കും, ബത്തൂൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്തിയാലോ? ഉസ്താദേ, കുറച്ച് സമയം കൂടി, എനിക്കെന്തെന്നറിയില്ല. ഖുർആനിക വചനങ്ങളിൽ ആ മൂല്യവത്തായ വാക്കുകളിൽ ഞാനങ്ങ് മുഴുകി പോവുകയാണ്. സത്യമായിട്ടും പടച്ച റബ്ബ് എത്ര കരുണാനിധിയാണല്ലേ. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനും റഹീമുമാണ്. പരമകാരുണ്യവാനും കരുണാനിധിയുമാണവൻ. അവന് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ അനുഗ്രഹം ചൊരിയുന്നവൻ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.